ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ട് ഇന്ത്യൻ ട്രാൻസ്ഫറുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആദ്യത്തേത് ലാൽറിൻസ്വാല എന്ന് പറഞ്ഞിട്ടുള്ള ഐസ്വാൾ FC-യുടെ താരം, സ്ട്രൈക്കറായിട്ടുള്ള താരമാണ്. അദ്ദേഹം ISL-ലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്കാണ് അദ്ദേഹം അടുത്ത സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു മൂവ് നടത്താനായിട്ട് ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാലോ, ഐ ലീഗിൽ ഈ സീസണിലെ ഇന്ത്യൻ ടോപ്പ് സ്കോററായിരുന്നു. 12 ഗോളുകളാണ് അദ്ദേഹം നേടിയത്. കാര്യം ആലോചിക്കുക, 24 വയസ്സേ പ്രായമുള്ളൂ അദ്ദേഹത്തിന്. ഇദ്ദേഹം ഈ ഒരു സീസൺ കളിച്ചത് റെലഗേഷൻ ബാറ്റിലുണ്ടായിരുന്ന ഐസ്വാൾ FC ആയിട്ടാണ്. ജസ്റ്റ് മിസ്സാണ് ഐസ്വാൾ FCക്ക് റെലഗേഷനിൽ നിന്ന്. അങ്ങനത്തെ ഒരു ടീമിൽ നിന്ന് സ്ട്രൈക്കറായിട്ട് കളിച്ച് 12 ഗോളുകൾ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതുപോലെ ലാസ്റ്റ് സീസണിൽ 15 ഗോൾ അടിച്ച് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ ഐ ലീഗിൽ സ്കോർ ചെയ്യുന്നൊരു ഇന്ത്യൻ പ്ലെയർ ആകാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അപ്പം ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള 2 സീസണുകൾ അത് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു ക്ലബിലേക്ക്, ISL ക്ലബിലേക്ക് ഒരു കൂടുമാറ്റം നടത്തുന്നത്. ഇതിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻട്രസ്റ്റിംഗ് മൂവ് എന്ന് ഞാൻ പറയും. കാരണം കഴിഞ്ഞ സീസണിൽ തന്നെ അദ്ദേഹത്തിന് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ മോഹൻ ബഗാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ടോപ്പ് ക്ലബ്സിൽ നിന്നൊക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടത്. അദ്ദേഹം അങ്ങനെ ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് എത്രത്തോളം ഒരു ഗെയിം ടൈം ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നുള്ളത് അറിയത്തില്ല. പക്ഷേ അദ്ദേഹം വീണ്ടും റിസ്ക് എടുത്ത് ഐ ലീഗ് കളിക്കാമെന്ന് പറയുന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. അദ്ദേഹം പ്രൂവ് ചെയ്യുന്നു അദ്ദേഹത്തിന് ഒരു 1 സീസൺ വണ്ടറല്ലായിരുന്നു, റെഗുലറായിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ കഴിയുന്നൊരു താരമാണ് എന്നുള്ളതൊക്കെ. അങ്ങനെ അദ്ദേഹം ഈ ഒരു സീസണിലും 12 ഗോൾ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധ്യതയുള്ള ക്ലബ്ബ് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ പെഡ്രോ ബെനാൽഡി ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിനും അത്യാവശ്യം മികവുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു പരിശീലനം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പം അലാദീൻ ഒരു ലെഫ്റ്റ് സൈഡ് പ്ലെയറായിട്ട് കളിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം നോർത്ത് ഈസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു നല്ല ചോയ്സായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എന്താണെങ്കിലും ഈ ലാൽറിൻസ്വാലയുടെ കാര്യം റിപ്പോർട്ട് ചെയ്ത് ടൈംസ് ഓഫ് ഇന്ത്യ ആണ്. എന്താണെങ്കിലും മറ്റൊരു ട്രാൻസ്ഫറാണ്. മലയാളി താരമായിട്ടുള്ള ഉവൈസ് പഞ്ചാബ് FC-ലേക്ക് ഒരു മൂവ് നടത്തുന്നു എന്നുള്ളത് കേൽനോവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ഇയർ കോൺട്രാക്റ്റിൽ പഞ്ചാബ് FC ആയിട്ട് ഒരു വലിയ ഒരു കോൺട്രാക്റ്റ് തന്നെയാണ്. അതും 1 കോടി രൂപയ്ക്കൊക്കെ മുകളിൽ ഒരു സീസണിൽ കിട്ടുന്ന ഒരു ഡീലിലേക്കാണ് അദ്ദേഹം എത്തുന്നത് എന്നുള്ളതാണ്. ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്ന താരം ജംഷഡ്പൂർ FC ഈ സീസണിൽ മികച്ച പ്രകടനമാണ്. കഴിഞ്ഞ 2-3 സീസണായിട്ട് ജംഷഡ്പൂരിൻ്റെ ഭാഗമാണെങ്കിലും ഈ സീസൺ അദ്ദേഹത്തിനൊരു മികച്ച സീസൺ തന്നെയാണ്. 27 മത്സരങ്ങൾ, അതായത് ഏതാണ്ട് എല്ലാ മത്സരങ്ങളും കളിക്കുന്ന ലെവലിലേക്ക് അദ്ദേഹത്തിന് വരാൻ സാധിച്ചു. ഒഫൻസീവ്ലി ഡിഫെൻസീവ്ലി ഒക്കെ ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്ലെയറാണ്. അത്യാവശ്യം നല്ല പാസിംഗ് ആക്യുറസി ഉണ്ട്, 75% മുകളിലൊക്കെ ഉണ്ട്. അതുപോലെ ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ മികവ് നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ ത്രോയിൻസ്, അതിൽ നിന്ന് എത്ര അവസരങ്ങൾ ഗോളുകളാകുന്ന സാഹചര്യത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഖാലിദ് ജമീലിനെയും ജംഷഡ്പൂർ FCയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നഷ്ടം തന്നെയാണ് ഉവൈസിൻ്റെ ഒരു പോക്ക്. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്. ജംഷഡ്പൂർ FC അടുത്ത സീസണിലേക്ക് വരുമ്പോഴും കുറേ പ്ലെയേഴ്സൊക്കെ പോകാനുള്ള, പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ ലിമിറ്റഡ് ബഡ്ജറ്റിൽ കൂടുതൽ ഒരു സീസണിൽ മുടക്കില്ല എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ തിങ്ക് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് അവർ. അതുകൊണ്ട് തന്നെ ഖാലിദ് ജമീൽ അങ്ങനത്തെ ഒരു ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലബ്ബിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി റിസൾട്ട് വരുന്ന രീതിയിലേക്ക് വരാമെന്നുള്ളത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞ പോലെ ഉവൈസിൻ്റെ ഒരു കൂടുമാറ്റം നമുക്ക് സംസാരിക്കാവുന്നതാണ് എന്നുള്ളതാണ്. മറ്റ് ചില ക്ലബ്ബുകളും ഉവൈസിനായിട്ട് രംഗത്തുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും ഒക്കെ അടക്കമുള്ള ക്ലബ്ബുകൾ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇപ്പം മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ ഓൾറെഡി സുഭാഷിഷ് ബോസ് എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അവരുടെ ക്യാപ്റ്റനുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ ഇനിയിപ്പം അത്ര പഞ്ചാബ് FCയുടെ ഒരു ഓഫർ എൻ്റെ അത്രയും KBFC കൊടുത്തിട്ടുണ്ടോ, റീസൺസ് അറിയില്ല. ഞാനൊരു ഇത് പറഞ്ഞതാണ്. അതുപോലെ പഞ്ചാബ് FCയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഗെയിം ടൈം കിട്ടാനുള്ള സാധ്യതകൾ എന്താണെങ്കിലും അവിടെ ഉണ്ട്. കാരണം അവിടെ അവർക്കൊരു പ്രോപ്പറായിട്ടുള്ള ലെഫ്റ്റ് ബാക്ക് ഇല്ല. അവിടെ അഭിഷേക് സിംഗ് ആണ് കളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ബേസിക്കലി ഒരു റൈറ്റ് ബാക്ക് ആയിട്ടുള്ള പ്ലെയറാണ്. അദ്ദേഹം അവിടെ ലെഫ്റ്റ് ബാക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അഭിഷേക് സിംഗ് മറ്റൊരു ക്ലബ്ബിലേക്ക് പോകുമെന്നുള്ള റൂമർ ശക്തമാണ്. വളരെ ഒരു യങ് ആയിട്ടുള്ള പ്ലെയറാണ്. പക്ഷേ ഇതിനോടകം തന്നെ നാഷണൽ ടീമിലൊരു ഒരു കളിക്കുന്ന ലെവലിലേക്കൊക്കെ അദ്ദേഹത്തിന് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് സൈനിങ് ഓഫ്.